Hi dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്നുള്ള 12th ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ ലാസ്റ്റ് 4 പ്രോബ്ലംസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 13, പേജ് നമ്പർ 237. In figure, a square OABC is inscribed in a quadrant OPBQ. If OA is equal to 20 centimeter, find the area of the shaded region. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഒരു സെക്ടർ, അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ, ഈ ഫോമിലായിരുന്നു തന്നിട്ടുള്ളത് അല്ലേ. ഒ പി ബി ക്യു എന്ന് പറഞ്ഞൊരു സെക്ടർ തന്നിട്ടുണ്ട്. ഒ എ ബി സി എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഉണ്ട്. ഇത്രയും ഏരിയ, ഇതാണ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളവർ. ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഷെയ്ഡഡ് പോർഷനാണ് നമുക്ക് ഫിഗറിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൈയുടെ വാല്യൂ 3.14 എടുക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒ എ 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡ്സ് 20 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ്, സോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എങ്ങനെയാണ് ഇനി ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ഷെയ്ഡഡ് പോർഷൻ കിട്ടാനായിട്ട് ഏരിയ ഓഫ് സെക്ടറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് സ്റ്റെപ്പ് ആദ്യത്തെ ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു area of shaded region is equal to area of sector minus area of square. അപ്പോൾ സെക്ടറിൻ്റെ പേര് ഒ പി ബി ക്യു, സ്ക്വയർ ഒ എ ബി സി എന്ന് പറയുന്നത്. ഒരു സെക്ടറിൽ നിന്ന് ആ സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ സെക്ടർ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെയ്യാണ് കേട്ടോ. ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഏരിയ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. എ സ്ക്വയർ ആണ്. അതിൽ എ എന്ന് പറഞ്ഞത് 20, അത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ സെക്ടറിൻ്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആ റേഡിയസ് കണ്ടുപിടിക്കാം. അതായത് ഒയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഒ ബി എന്ന ലൈൻ കിട്ടും അല്ലേ. വിച്ച് വിൽ ബി ദ റേഡിയസ് ഓഫ് ദ സെക്ടർ. അപ്പോൾ ഒ ബി എന്ന് പറയുന്നതാണ് ഈ സെക്ടറിൻ്റെ റേഡിയസ്. കാരണം നോക്കൂ, ഇത് സെൻറ്റർ ആണ് സർക്കിളിൻ്റെ ഒരു പോയിന്റ് ആണ്. അവിടുന്ന് ജോയിൻ ചെയ്യുന്ന ലൈൻ റേഡിയസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ ഈ സെക്ടറിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഒ ബി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയർ ആണെങ്കിൽ ഓൾ ആംഗിൾസ് എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി ആണ്, ഇവിടെയും എല്ലാം 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഒ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറയാം. ഒ എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 20 ആണ് അല്ലേ. എ ബി എന്ന് പറഞ്ഞാലും 20 തന്നെയായിരിക്കും. കാരണം ഇതൊരു സ്ക്വയർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ 20 തന്നെയായിരിക്കും. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആയി. വീണ്ടും 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആയി അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 800, വിച്ച് ഈസ് ഒ ബി സ്ക്വയർ. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 800 ആയി അല്ലേ. 800നെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 10 ഇൻറ്റു 10 എഴുതാം അല്ലേ. 100നെ വേണമെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 ആയി. 100നെ 10 ഇൻറ്റു 10 എന്ന് എഴുതാം. അപ്പോൾ 2 ഒരു പെയർ കിട്ടും. അതിൽ നിന്ന് ഒരു 2 പുറത്തേക്ക് എടുക്കാം. 10 ഒരു പെയറായിട്ട് എഴുതുകയാണെങ്കിൽ ഒരു 10ഉം നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം അല്ലേ. സോ വാട്ട് വിൽ ബി റിമൈനിങ് ഈസ് ഒരു 2 ബാക്കി ഉണ്ടാവും പെയറില്ലാതെ. അത് റൂട്ടിൻ്റെ ഉള്ളിൽ വരും. അറിയാലോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ഞാൻ അങ്ങനെ എഴുതിയില്ല, 10 ഇൻറ്റു 10 എന്ന് എഴുതി. കാരണം ഒരു പെയർ കിട്ടിയാൽ ഒരു വാല്യൂ നമുക്ക് പുറത്തെടുക്കാം. പെയർ ആക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 2 ഒരു പെയർ ആയതുകൊണ്ട് 2
പെയറിന് ഒരെണ്ണം പുറത്തേക്ക് എടുത്തു. 10 ഒരു പെയർ ആയിട്ടുള്ളത് കൊണ്ട് 10ഉം പുറത്തേക്ക് എടുത്തു. 2 പിന്നെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട് അല്ലേ, 3 2s are there. ഓക്കെ, അപ്പോൾ ഒരു 2 അവിടെ റിമെയിൻ ചെയ്യും. ഇറ്റ് വിൽ ബി √2. സോ 2 into 10 which will be 20 √2. അപ്പോൾ OB is equal to എത്രയാണെന്ന് പറയാം, 20 √2 ആണെന്ന് പറയാം അല്ലേ. OB എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ഓഫ് ദ സർക്കിൾ will be equal to അല്ലെങ്കിൽ സെക്ടർ is equal to 20 √2. അപ്പോൾ ആ റേഡിയസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ സെക്ടർ ഒരു ക്വാഡ്രൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90, അല്ലെങ്കിൽ സ്ക്വയറിലെ ഒരു ആംഗിൾ ആണ്. സോ ഇറ്റ് വിൽ ബി 90. അപ്പോൾ തീറ്റ വിൽ ബി 90 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ. ദേ ആസ്ക് ടു ടേക്ക് 3.14. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3.14 എടുക്കണം അല്ലേ. ഇൻറ്റു റേഡിയസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 20 √2 ആണ് റേഡിയസ്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതണം. 20 √2 ഇൻറ്റു 20 √2 മൈനസ് എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡാണ്, എത്രയാ 20. അപ്പോൾ 20 ഇൻറ്റു 20. സ്ക്വയറിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എ സ്ക്വയർ 20 ഇൻറ്റു 20 അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അറിയാം, 0 കട്ട് ചെയ്തു. 936 4 ടൈംസ് അല്ലേ. 4 20ൽ കട്ട് ചെയ്യാലോ, 5 ടൈംസ്. അപ്പോൾ റിമൈനിങ് ഇറ്റ് വിൽ ബി 3.14 ഇൻറ്റു 5 √2 ഇൻറ്റു 20 √2 അല്ലേ, മൈനസ് 20 ഇൻറ്റു 20 ഇറ്റ് വിൽ ബി 400 വിച്ച് വിൽ ബി ലൈക്ക് ദിസ്. 3.14 ഇൻറ്റു 5ഉം 20യും കൂടി ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്, 100 ആയി അല്ലേ. 5 ഇൻറ്റു 20 100 ആയി. √2 ഇൻറ്റു √2 നമുക്കറിയാം, √2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ √2 സ്ക്വയർ വിച്ച് ഇറ്റ് വിൽ ബി 2. √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എന്താ, √x സ്ക്വയർ വിച്ച് വിൽ ബി x. √3 ഇൻറ്റു √3 3. ലൈക്ക്വൈസ് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 ആയിരിക്കും. √2ൻ്റെ സ്ക്വയർ ആണ് വരിക, വിച്ച് വിൽ ബി 2 മൈനസ് 400 ഇറ്റ് വിൽ ബി. നമുക്കറിയാം 100 കൊണ്ട് 3.14നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ നീങ്ങും അല്ലേ. സോ ഇറ്റ് വിൽ ബി 314 ഇൻറ്റു 2 മൈനസ് 400 വിച്ച് വിൽ ബി 314 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 628 മൈനസ് 400 വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 228. യൂണിറ്റ് ഏതായിരുന്നു, സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 228 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും വരിക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെ മനസ്സിലാക്കേണ്ടത് ഇതിലെ റേഡിയസ് നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ച് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഈ രണ്ട് റീജിയൻ കൂടിയിട്ടുള്ള ഏരിയ കിട്ടും. വാട്ട് വിൽ ബി ദ ആൻസർ, 228 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. I shall read the question. AB and CD are respectively arcs of two concentric circles of radii 21 cm and 7 cm and center of. If angle AOB is equal to 30 degree, find the area of the shaded region. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഫിഗർ 12.32 അവർ തന്നിട്ടുണ്ട്. ബോർഡിൽ ഞാൻ ഫിഗർ ഒന്ന് വരയ്ക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഫിഗറിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഫിഗർ എങ്ങനെയാണ് തന്നിട്ടുള്ളത് നമുക്ക് വരയ്ക്കാം. ഒരു സെക്ടർ തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സെക്ടർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത്ര ഏരിയ ആണ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത്ര ഏരിയ ആണ്. പേര് തന്നിട്ടുള്ളത് OAB എന്ന് പറയുന്ന ഒരു സെക്ടർ. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെക്ടർ വേറെ ഉണ്ട് അല്ലേ, OCD എന്ന് പറയുന്ന ഒരു സെക്ടർ. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്ന് പറയുന്നു. 30 ഡിഗ്രിയാണ് ആംഗിൾ തന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചെറിയ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയാം അല്ലേ. ചെറിയൊരു സെക്ടർ ഉണ്ട്, ആ സെക്ടറിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ ആണ് ഈ സെക്ടറിൻ്റെ റേഡിയസ്. ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ 21 സെൻറ്റിമീറ്റർ. ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് ആണ് 21 സെൻറ്റിമീറ്റർ. സ്മോളർ സെക്ടറിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് വി ഹാവ് ടു ഡു ഈസ്
ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ കിട്ടാനായിട്ട് ഇവിടെ രണ്ട് സെക്ടേഴ്സ് ആണുള്ളത് അല്ലേ, ബിഗർ സെക്ടറും പിന്നെ ഏതാ സ്മോളർ സെക്ടറും. അപ്പോൾ എന്താണ് ചെയ്യുക, ഒ എ ബി എന്ന് പറയുന്ന ബിഗർ സെക്ടറിൽ നിന്ന് ഒ സി ഡി എന്ന് പറയുന്ന സ്മോളർ സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരിക, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ രണ്ടും സെക്ടർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് സെക്ടർ പേര് ഒ എ ബി മൈനസ് ഏരിയ ഓഫ് സെക്ടർ സ്മോളർ സെക്ടർ അല്ലേ, പേരെന്തായിരുന്നു ഒ സി ഡി. അപ്പോൾ ഒ എ ബി എന്ന് പറയുന്ന ബിഗർ സെക്ടറിൽ നിന്ന് സ്മോളർ സെക്ടർ ആയിട്ടുള്ള ഒ സി ഡിയുടെ ഏരിയ മൈനസ് ചെയ്താൽ മതി. നമുക്കിത് രണ്ടും സെക്ടർ ആയതുകൊണ്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്, രണ്ടും സിമിലർ ഫിഗേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിൽ കോമൺ ടേം വരും, നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്തായിരുന്നു ഫോർമുല നമുക്കറിയാം, തീറ്റ ബൈ 360 ഇൻറ്റു പൈ. ഇവിടെ രണ്ട് റേഡിയസ് ഉള്ളതുകൊണ്ട് ഒന്ന് ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം, ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം. സ്മോളർ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു പൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നും സ്മോളർ സെക്ടറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ എന്നും നമുക്ക് എടുക്കാം. നോക്കൂ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതുണ്ട്, തീറ്റ കോമൺ ആണ്, 360 കോമൺ ആണ്, പൈയും കോമൺ ആണ് അല്ലേ. ഇതെല്ലാം രണ്ടിലും കോമൺ ആണ്, കാരണം രണ്ടും സിമിലർ ഫിഗേഴ്സാണ്, രണ്ടും സെക്ടേഴ്സാണ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ആർ സ്ക്വയർ, ഇവിടെ ബാക്കി ഉണ്ടാവുക സ്മോൾ ആർ സ്ക്വയർ അല്ലേ. രണ്ടിന്നും കോമൺ ആയിട്ടുള്ള തീറ്റ ബൈ 360 ഇൻറ്റു പൈ പുറത്തു പോയാൽ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ടാവും, മൈനസ് ഇവിടെ ഒരു സ്മോൾ ആർ സ്ക്വയർ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോമൺ ടേം പുറത്തെടുത്ത് ചെയ്താൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ തന്നിട്ടുണ്ടല്ലോ 30 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 22/7 എന്നെടുക്കാം അല്ലേ. ആർ സ്ക്വയർ റേഡിയസ് ആണ്, ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ, വിച്ച് ഈസ് 21 സ്ക്വയർ, 21 ഇൻറ്റു 21. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ സ്മോളർ സെക്ടറിൻ്റെ റേഡിയസ് ആണ് 7 ആണ് അല്ലേ, 7 ഇൻറ്റു 7. ബിഗർ സെക്ടറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ, സ്മോളർ സെക്ടറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. സോ ഇറ്റ് വിൽ ബി 0 ക്യാൻ ബി ക്യാൻസൽ 3 in 36 12 ടൈംസ് അല്ലേ. 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ, ഡിവൈഡ് ചെയ്യാലോ 6 ടൈംസ്. 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 11 ടൈംസ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 11/6 ഇൻറ്റു 7. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട് അല്ലേ. അപ്പോൾ 11/6 ഇൻറ്റു 7 ഇത്രയും ടേമാണ് പുറത്തുണ്ടാവുക. ഇൻറ്റു ഇവിടെ 21 ഇൻറ്റു 21. വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് 21 സ്ക്വയർ. നമുക്കറിയാം 441 അല്ലേ. അപ്പോൾ 441 മൈനസ് 7 ഇൻറ്റു 7 it will be 49. When you simplify you can write like this. I am writing here 11 divided by 6 into 7 into 441 minus 49 അല്ലേ. 441 49 മൈനസ് ചെയ്യണം. So it will be 392. So when you subtract 49 you will be getting 392. Now you can cut, if there is any common term you can cancel with that, isn't it? So 11/6 into 7 into 390. Now 7 can be cancelled in 392. 735 le 5 times remaining for 42 is 6 times, so it will be 56. 6 le 2 cancel ചെയ്യാം 3 times അല്ലേ. 56 le 28 times. So what you will be getting is 11 into 28 divided by 3. 11 into 28 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 28 308 എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ 3. ദാറ്റ് മച്ച് വാട്ട് ഈസ് ദ യൂണിറ്റ് വി ഹാവ്, സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുക 308 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.
ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് രണ്ടും സെക്ടേഴ്സ് ആണ്. അപ്പോൾ ബിഗർ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് സ്മോളർ സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാനായിട്ടാവും. അപ്പോൾ ഈ രണ്ടും സിമിലർ ഫിഗേഴ്സ് ആയതുകൊണ്ട് കോമൺ ടേം പുറത്തെടുത്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഫിഗർ ABC is a quadrant of a circle of radius 14 centimeter and a semicircle is drawn with BC as diameter. Find the area of the shaded region. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇങ്ങനെ ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇറ്റ്സ് എ ക്വാഡ്രൻ്റ് കൂടിയാണ്. നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ABC ഈസ് എ ക്വാഡ്രൻ്റ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ തന്നിട്ടുണ്ട് സർക്കിൾ ഓഫ് റേഡിയസ് 14 സെൻറ്റിമീറ്റർ. അതായത് ഈ ക്വാഡ്രൻ്റ് ABC എന്ന് പറയുന്ന ഈ ക്വാഡ്രൻറ്റിൻ്റെ റേഡിയസ് 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈ ക്വാഡ്രൻറ്റിൻ്റെ റേഡിയസ് ആണ് അല്ലേ, 14 സെൻറ്റിമീറ്റർ. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാവാനായിട്ട് ഇങ്ങനെ ഒന്നുകൂടി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്വാഡ്രൻ്റ് കേട്ടോ. ഈ ക്വാഡ്രൻറ്റിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് റേഡിയസ് ആണല്ലോ, ഇതും ഏതാ വരിക റേഡിയസ്. അത് 14 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരല്പം ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. വിഷമമൊന്നുമില്ല, എന്നാലും ഒന്ന് ആലോചിച്ച് ചെയ്യണം. ഫസ്റ്റ് വാട്ട് വി നീഡ് ടു ഡു ഈസ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ABC പറയാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി P. അപ്പോൾ ABPC എന്ന് പറയുന്ന ഒരു സെക്ടർ അല്ലെങ്കിൽ ക്വാഡ്രൻ്റ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഏതാണ് ABPC എന്ന് പറയുന്ന ഒരു ക്വാഡ്രൻ്റ് നമുക്ക് കാണാം. ആ ക്വാഡ്രൻ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാൻ പോവാണ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കളയാണ് ആദ്യം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ, ഈ BPC എന്ന് പറയുന്ന ഒരു നമുക്കറിയാം ഇത്രയും ഭാഗമുണ്ട് അല്ലേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏരിയ ഓഫ് BPC എന്ന് പറയുന്ന ഒരു പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ABPC എന്ന് പറയുന്ന ഈ ക്വാഡ്രൻ്റിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ബാക്കി ഇത്രയും പോർഷനാണ് നമുക്ക് കിട്ടുക അല്ലേ. ആ പോർഷൻ്റെ ഏരിയ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഏത് പോർഷനാണ്, ഈ പോർഷനാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് പോണത് കേട്ടോ. ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല അത് കണ്ടുപിടിക്കാൻ, പക്ഷെ അത് ആദ്യം കണ്ടുപിടിക്കണം. ഈ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ഇട്ടിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ആ ചെറിയൊരു പോർഷൻ ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ, BPC എന്ന് പറയുന്ന ഇത്രയും പോകുന്ന ഈ ലൈൻസ് ഇട്ടിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയ ആണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിനുവേണ്ടി ആദ്യം ഈ സെക്ടർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ്, ക്വാഡ്രൻറ്റിൻ്റെ പേരുണ്ട് അല്ലേ. എന്താണ് ക്വാഡ്രൻറ്റിൻ്റെ പേര് തന്നിട്ടുള്ളത് നോക്കൂ, ABC. നമുക്കൊന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി ABPC എന്ന് പറയാം. ABPC എന്ന് പറയുന്ന ഈ ക്വാഡ്രൻറ്റ് കേട്ടോ, ഈ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ടറാണ് നമുക്കറിയാം. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല θ/360 × πr² എന്നാണ് അല്ലേ. ഇവിടെ ഈ ഒരു ക്വാഡ്രൻറ്റിൻ്റെ കേസിൽ ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം എത്രയാണ്, 90 ഡിഗ്രി. ക്വാഡ്രൻ്റ് ആണെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി ആവും അല്ലേ. സോ 90/360 × പൈയുടെ വാല്യൂ 22/7 ആണ്. ഇതാണ് ഈ ക്വാഡ്രൻറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. എത്രയാണ്, 14 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14 × 14 എന്ന് പറയാം. 7 14ൽ കട്ട് ചെയ്തു 2 ടൈംസ്, 0 കട്ട് ചെയ്തു 9, 36ൽ 4 ടൈംസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 4ൽ കട്ട് ചെയ്ത് കളയാം 2 ടൈംസ്, ഈ 2 22ൽ കട്ട് ചെയ്യാം 11 ടൈംസ്. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് അറ്റ് ലാസ്റ്റ് ഈസ് 11 × 14. 11 × 14 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 154 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ. ഏതാ ക്വാഡ്രൻറ്റ്, ABPC എന്ന് പറഞ്ഞ ഈ മൊത്തം ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്.
നെക്സ്റ്റ് ഞാൻ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു, ട്രയാങ്കിളിൻ്റെ ഫോർമുല നമുക്കറിയാം, ഹാഫ് ബി എച്ച് ആണ് അല്ലേ, ഹാഫ് ഇൻറ്റു ബി എച്ച്. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എ സി ആണ് അല്ലേ, എ സി എന്ന് പറഞ്ഞാൽ 14 ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്, അത് എത്രയാണ് 14 ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചത്. സോ 14 7 times 14 into 7 which will be 98 centimeter square. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 98 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ് 98 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടിയത്. നല്ലോണം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ ലൈൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ട് കേട്ടോ, ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ. പക്ഷേ ബി പി സി എന്ന് പറയുന്ന ഈ ഇത്രയും ഭാഗം, ഈ ഏരിയ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഏരിയ ഓഫ് ബി പി സി, ആ ലൈൻ ചെയ്തിട്ടുള്ള പോർഷനാണത് കേട്ടോ. ഏരിയ ഓഫ് ബി പി സി ഈസ് ഈക്വൽ ടു, ബി പി സി എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് ബി പി സി. ഇത്രയും ഭാഗത്ത്, ഈ ലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്തെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരിക? നമുക്കറിയാം, ഈ ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായി അല്ലേ, അതിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ഏരിയ ആണല്ലോ വരിക. ഏരിയ ഓഫ് ദ ക്വാഡ്രന്റിൽ നിന്ന് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ ഈ ഒരു പോർഷൻ കിട്ടും, ലൈൻ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ബി പി സി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഏരിയ ഓഫ് എ ബി പി സി എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രന്റ്, അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതായിരുന്നു? എ ബി സി എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി അല്ലേ. എ ബി പി സിയുടെ ഏരിയ 154 ആണ്, എ ബി സിയുടെ ഏരിയ 98 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 56 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ 56 സെൻറ്റിമീറ്റർ സ്ക്വയർ? ഈ ഏരിയ ആണ് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗത്തെ ഉള്ളിലുള്ള ഈ ഭാഗത്തെ ഏരിയ എങ്ങനെയാണ് ചെയ്തത്? ക്വാഡ്രന്റിൽ നിന്ന് ആ ട്രയാങ്കിൾ മൈനസ് ചെയ്തപ്പോൾ ആ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ അല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബി പി സി എന്ന് പറയുന്ന ഒരു സെക്ടറോ അല്ലെങ്കിൽ ആ ഭാഗത്തെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു സെഗ്മെൻ്റ് എന്നൊക്കെ പറയാം അല്ലേ, വേണമെങ്കിൽ ഒരു ലൈൻ ഉള്ളത് കൊണ്ട്. ആ ഭാഗത്തെ ഏരിയ ആണ് നമ്മളിപ്പോൾ ചെയ്തത് 56 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ പോർഷനല്ല, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ പോർഷനാണ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഭാഗത്തെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ആ പോർഷൻ കിട്ടുക? നല്ലോണം ആലോചിച്ച് നോക്കൂ. ബി സി എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണെന്ന് പറയാമല്ലോ. ബി സി ഡയാമീറ്റർ ആയിട്ടൊരു സെമി സർക്കിൾ അവിടെ ഉണ്ടെന്ന് പറയാം. വേണമെങ്കിൽ ഇത് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ക്യൂ എന്ന് മാർക്ക് ചെയ്തോ. അപ്പോൾ ബി ക്യു സി എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ്, കാരണം ഇത് ഡയാമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സെമി സർക്കിളാണ്. ആ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് അതെത്രയാ? 56. അത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഈ ഏരിയയല്ലേ വരിക. അപ്പോൾ ബി ക്യു സി എന്ന് പറയുന്ന സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഈ പോർഷൻ്റെ ഏരിയ 56, അത് മൈനസ് ചെയ്താൽ നമ്മുടെ റിക്വയർഡ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാനിത് കണ്ടുപിടിച്ച് വെച്ചത് കേട്ടോ. 56 എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായ? ആ പോർഷൻ കിട്ടിയാലാണ് നമുക്ക് റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അത് കണ്ടുപിടിച്ച് വെച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു area of shaded region is equal to area of semicircle. സെമിസർക്കിളിൻ്റെ പേരെന്താ? ബി ക്യു സി മൈനസ് ഏരിയ ഓഫ് ബി പി സി എന്ന് പറയുന്ന പാർട്ട്, അതിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ബി പി സി എന്ന് പറഞ്ഞാൽ ഈ ലൈൻഡ് പോർഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ ബി ക്യു സി ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് ബി ക്യു സി എന്ന് പറയുന്ന സെമി സർക്കിൾ, ഇതാണ് കേട്ടോ നമ്മുടെ സെമി സർക്കിൾ, അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ബി സി എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണല്ലോ, ഇത് ബേസ് ആണ്, അപ്പോൾ ഇത് ഡയാമീറ്റർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എ ബി സി അല്ലേ. അപ്പോൾ ഇൻ എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ബി സി സ്ക്വയർ എന്ന് പറഞ്ഞ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ, 90 ഓപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണെന്ന് പറയാം. ശരിയാണല്ലോ. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ബി സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എ സി എന്ന് പറഞ്ഞാൽ 14 ആണ്, എ ബി എന്ന് പറഞ്ഞാലും 14 ആണ്, വിച്ച് ഈസ് 196 പ്ലസ് 196 അല്ലേ എന്ന് പറഞ്ഞാൽ 392. അപ്പോൾ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും 392. സോ വി വിൽ ബി ഗെറ്റിംഗ് ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 392 അല്ലേ. ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 392നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 1 9 6 again by 2 9 8 again by 2 49 by 7 7 അല്ലേ. So you will be getting root of 2 into 2 into 2 into 7 into 7. 2 ഒരു പെയറാണ്, 7ഉം പെയറാണ് അല്ലേ. അപ്പോൾ ഒരു പെയറിൽ നിന്ന് ഒരു നമ്പർ പുറത്തെടുക്കാം നമുക്കറിയാം. അപ്പോൾ ഒരു 2 പുറത്തേക്ക് എടുക്കാം, 7 ഒരു പെയർ ആയതുകൊണ്ട് 7ഉം പുറത്തെടുക്കാം, പിന്നെ ഒരു 2 അവിടെ റിമെയിൻ ചെയ്യും, അത് റൂട്ടിൻ്റെ ഉള്ളിൽ വരും. So it will be 14 root 2. That will be the BC. BC എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നാം പറഞ്ഞത്, ഡയാമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ ആണ്. അപ്പോൾ ഇത് ഡയാമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 14 root 2. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയാമീറ്ററിൻ്റെ ഹാഫ് ആണല്ലോ. സോ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 7 root 2. That will be the radius. അപ്പോൾ റേഡിയസ് ഇത് ബി സി ഡയാമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, 7 root 2. ഡയാമീറ്റർ ആണ് 14 root 2. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും വരിക 7 root 2. ഓക്കെ, ഇനി സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, ഹാഫ് പൈ ആർ സ്ക്വയർ. സർക്കിളിൻ്റെ ഏരിയ ആണ് പൈ ആർ സ്ക്വയർ. അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ ഹാഫ് ഓഫ് പൈ ആർ സ്ക്വയർ അല്ലേ, മൈനസ് ഏരിയ ഓഫ് ബി പി സി ഓൾറെഡി നമുക്കറിയാം, അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 56 ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് കേട്ടോ. വീണ്ടും ഹാഫ് ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7. റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ നമുക്കറിയാം 7 root 2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതണം. 7 root 2 ഇൻറ്റു 7 root 2 മൈനസ് 56. 7 കട്ട് ചെയ്ത് പോയി, 2 22ൽ 11 ടൈംസ് അല്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 11 ഇൻറ്റു 7 which will be 77. root 2ഉം root 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരേ നമ്പർ റൂട്ടിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയാണ് വരിക. root 2 സ്ക്വയർ ആണ് വരിക, which will be 2. Is it okay? 11 into 7 77. root 2 into root 2 it will be 2. root 2 സ്ക്വയർ ആണ് വരിക, 2 എന്ന് വരും, മൈനസ് 56. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 77 ഇൻറ്റു 2 വി നോ ഇറ്റ് ഈസ് 154 മൈനസ് 56 വിച്ച് വിൽ ബി ഈക്വൽ ടു 98. സോ ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 98 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയത്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം നമ്മൾ ചെയ്തത് ഈ ഒരു പോർഷൻ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ചെയ്തത്, ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഈ പോർഷൻ കിട്ടും. ഇത് ആദ്യം കണ്ടുപിടിക്കണം. ഇനി ഷെയ്ഡഡ് റീജിയൻ കിട്ടാനായിട്ട് ഈ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുല്ലോ, അത് മൈനസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പോർഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് സെമി സർക്കിളിൽ നിന്ന് ഈ ഏരിയ മൈനസ് ചെയ്താൽ ബാക്കി നമുക്കുള്ളത് എന്തായിരിക്കും, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 98 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒന്ന് അല്പം ആലോചിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്, എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല. ഫിഗർ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു ക്വസ്റ്റ്യൻ നമ്പർ 16, ദ ലാസ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഡിസൈൻഡ് റീജിയൻ ഇൻ കോമൺ
between the two quadrants of circle of radius 8 centimeter each. ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, ഇതുപോലെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ബിക്കോസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയേണ്ടത്, അപ്പോൾ അതൊരു സ്ക്വയർ ആണല്ലോ അല്ലേ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? കോമൺ ബിറ്റ്വീൻ ദ ടു ക്വാഡ്രൻസ് ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 8 സെൻറ്റിമീറ്റർ ഈച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തിട്ടൊരു പോർഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഉള്ളിലുള്ള ഇത്രയും പോർഷനാണ് ആ ഏരിയയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഏരിയയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഫിഗറിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഒരു സെക്ടറും ഒരു ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാവും. നോക്കൂ, ആദ്യം നമ്മൾ ഒരു സെക്ടർ പോലെ ഇതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു. ഇതൊരു സെക്ടറാണ് അല്ലേ, വേണമെങ്കിൽ പേര് കൊടുക്കാം എ ബി സി എന്ന് പറയുന്നത് ഒരു സെക്ടറാണ്. എ ബി സി ഇവിടെ വരെ എടുക്കുകയാണെങ്കിൽ ഇതൊരു സെക്ടറാണ്. ആ സെക്ടറിൻ്റെ ഏരിയ ആദ്യം ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഏരിയ ഓഫ് സെക്ടർ എ ബി സി എന്ന് പറയുന്ന സെക്ടർ കേട്ടോ. എ ബി സി എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു പേര് കൂടി കൊടുത്തോളൂ, എ ബി പി സി. എ ബി പി സി എന്ന് പറയുന്ന സെക്ടർ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് എ ബി പി സി വിച്ച് ഈസ് എ സെക്ടർ അല്ലെങ്കിൽ ക്വാഡ്രന്റ് എന്നൊക്കെ പറയാം. ഫോർമുല നമുക്കറിയാം, എന്താണ്? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. എ ബി പി സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഒരു സെക്ടറിനെ കുറിച്ച് മാത്രം ഇപ്പോൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്കറിയാം, തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. തീറ്റയുടെ വാല്യൂ എന്താണ്? 22 കറക്ഷൻ. തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 90 ഡിഗ്രി ആണ് അല്ലേ. So it will be 90 divided by 360 into pi is 22 by 7. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക, അറിയാലോ, അതാണ് അതിൻ്റെ റേഡിയസ്. സോ ഇറ്റ് വിൽ ബി 8 ഇൻറ്റു 8. റേഡിയസ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. ഈ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതാണിത് 8 കേട്ടോ. സോ when you simplify you will get like this. 0 can be cancelled. 9 in 36 4 times. 4 can be cut in 8 2 times. So what you will be getting is 22 into 2 into 8 divided by 7. ഇതായിരിക്കും നമ്മുടെ ഏരിയ ഓഫ് എ ബി പി സി കിട്ടുന്നത് അല്ലേ. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, 22 into 2 into 8 16 divided by 7. 22 into 16 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം you will be getting like this. 352. So it will be 352 divided by 7. That much centimeter square. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ എ ബി പി സി 352 by 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ലൈൻ ബിന്ന് സിയിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ. എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കാണുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു, ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല ഹാഫ് ബി എച്ച്, പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പോൾ ഹാഫ് ബി എച്ച് അപ്ലൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ് അല്ലേ, എത്രയാണ്? 8. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ സി ആണ്, എത്രയാണ്? 8. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 എന്ന് വരും. 2 8 4 ടൈംസ്. സോ 4 ഇൻറ്റു 8 വിച്ച് വിൽ ബി 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. നോക്കൂ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ് 32 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടിയത്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്ന് എ ബി പി സി എന്ന് പറയുന്ന ക്വാഡ്രന്റ്, പിന്നെ ഈ ട്രയാങ്കിൾ അല്ലേ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഏരിയ മനസ്സിലാൻ വേണ്ടി ഞാൻ ഇത് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബി പി സി എന്ന് പറയുന്ന വേണ്ട ഏരിയയുടെ ഹാഫാണിത് അല്ലേ. ഇത്രയും ഭാഗത്തെ ഏരിയ കേട്ടോ.
BPC എന്ന് പറയുന്ന ഇത്രയും ഭാഗത്തെ ഏരിയ എന്ന് നമ്മൾ പറയുന്ന ആ ഏരിയ മാത്രം കണ്ടുപിടിക്കാൻ പോവുകയാണ്. BPC എന്ന് പറയുന്ന ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഈ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഏരിയ ആണ്. അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ, ഹാഫ് ആയിരിക്കും ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഹാഫാണ് കണ്ടുപിടിക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഏരിയ ഓഫ് BPC എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ് BPC, ഇത്രയും പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് BPC എന്നുള്ള ഏരിയ കിട്ടുക? സിമ്പിളായിട്ട് ആലോചിച്ചാൽ ഇങ്ങനെ പറയാം, ഈ ഒരു ക്വാഡ്രൻ്റ് ഉണ്ട്, ABPC എന്ന് പറയുന്ന ഒരു ക്വാഡ്രൻ്റ് അല്ലേ. ഈ ക്വാഡ്രൻറ്റിൽ നിന്ന് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഈ ഏരിയയല്ലേ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ക്വാഡ്രൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സെക്ടറിൽ നിന്ന് ആ ട്രയാങ്കിൾ ABC മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഈ ഒരു പോർഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ള പോർഷൻ. അപ്പോൾ നമുക്ക് പറയാം, ഏരിയ ഓഫ് BPC കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് ABPC എന്ന് പറഞ്ഞ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ എന്ന് ഏരിയ ഓഫ് ഏതാണ്, ട്രയാങ്കിൾ ഏതായിരുന്നു, ABC, ആ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ എന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ പകുതി ഭാഗം അല്ലേ, ഹാഫ് പോർഷൻ കിട്ടും. അപ്പോൾ ABPC എന്ന് പറഞ്ഞതിൻ്റെ ഏരിയ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, 352/7 അതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അത് കണ്ടുപിടിച്ചത്. മൈനസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, എത്രയാ, 32. ഇനി LC എടുക്കാം. LC എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ബൈ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ പോലെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്, 352 മൈനസ് 32 ഇൻറ്റു 7 അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാ, 7 അല്ലേ. സോ യു വിൽ ബി ഗെറ്റിംഗ് 352 മൈനസ് 32 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 210 പ്ലസ് 14 അല്ലേ, 224 അല്ലേ. So you will be getting 32 into 7, 224 വരും, divided by what it will be, 7. When you simplify you will get 482 1, so it will be 128 divided by 7. You will be getting 128 divided by 7. How did he get the answer? ആദ്യം ചെയ്തത് ABPC എന്ന് പറയുന്ന ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഈ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തെ ഏരിയ ആണ് കിട്ടുക. ആൻസർ ആയിട്ടില്ല, ഇത് നമുക്കൊരു ഹാഫ് പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ പോർഷൻ അല്ലേ വേണ്ടത്, എന്ന് പറഞ്ഞാൽ ഇതും കൂടി ആഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണല്ലേ. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയ തന്നെയായിരിക്കും ഇവിടെയും വരിക. ഇവിടുത്തെ ഏരിയ ആണ് ഇപ്പോൾ പറഞ്ഞത് 128/7, അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ടോട്ടൽ ഏരിയ കാണാനായിട്ട് ഇതിൻ്റെ ഡബിൾ എടുക്കണം, അത്രയും പോർഷൻ ഇവിടെ ഉണ്ടാവില്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, ദ ഫൈനൽ ആൻസർ ഈസ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, നേരത്തെ കിട്ടിയിട്ടുള്ള ഏരിയ ഹാഫ് പോർഷൻ ആയിട്ടുള്ളൂ അല്ലേ, അതിൻ്റെ ഡബിൾ എടുക്കണം. അപ്പോൾ 2 ഇൻറ്റു 128/7, അതായത് 128/7 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ്. ഇത്രയും ഭാഗം ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ കിട്ടാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 128 എന്ന് പറഞ്ഞാൽ 256 ഡിവൈഡഡ് ബൈ 7, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യം ഈ ഒരു ഹാഫ് പോർഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡബിൾ എടുത്താൽ ടോട്ടൽ ഏരിയ കിട്ടും. സോ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് എന്തായിരിക്കും വരിക, 256 ഡിവൈഡഡ് ബൈ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ഒരു ഈസി ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. നമുക്ക് 2, 3, 4 ഫോർമുല പഠിച്ചാൽ ഫുൾ പോർഷൻസും അല്ലെങ്കിൽ ഫുൾ ചാപ്റ്ററും ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫിഗർ കണ്ട് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഫിഗർ കൃത്യമായിട്ട് വരച്ച് അതിൽ പോർഷൻ ഏത് ഫിഗറാണ് ഏത് ഷേപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഓരോ ഫിഗറും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ചാപ്റ്ററോടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. So thank you for watching. Don't forget to subscribe.